വെൽക്കം ടു വേൾഡ് മാലോ. 2025 ജനുവരി മാസം PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024. ഏറ്റവും മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്. സിനിമ ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടൻ എഡ്രിയൻ ബ്രോഡി. സിനിമ ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ടോ ടോറസ്. മികച്ച സഹനടൻ കീരൻ കാൾകിങ്. മികച്ച സഹനടി സോയ സൽദാന. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൻ. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്. മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്. സിനിമ ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടൻ എഡ്രിയൻ ബ്രൂഡി. സിനിമ ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ഫെർണാണ്ടോ ടോറസ്. മികച്ച സഹനടൻ കീരൻ കാൽകിങ്. മികച്ച സഹനടി സോയ സൽദാന. മികച്ച തിരക്കഥ കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൻ. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018 ആണ്. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക ബി അരുന്ധതി. 2024 ഐവറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്ര. 2024 ഐവറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS ചിത്ര. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? A നസീറ. നോവല് ഉച്ചാടനം. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? A നസീറ. നോവൽ ഉച്ചാടനം. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K ജയകുമാർ. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K ജയകുമാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല തൃശൂർ. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ ലോക നേതാവ് ഇമ്മാനുവൽ മക്രോ. 2024 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായ ലോക നേതാവ് ഇമ്മാനുവൽ മക്രോ. ഇന്ത്യയുടെ 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? പ്രബോവോ സുബിയാന്തോ. ഇന്ത്യയുടെ 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? പ്രബോവോ സുബിയാന്തോ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി ചുമതലയേറ്റത് വിതുൽ കുമാർ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി ചുമതലയേറ്റത് വിതുൽ കുമാർ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? തോംസൺ ജോസ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? തോംസൺ ജോസ്. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ദൃശ്യമായത് എന്നാണ്? 2025 ജനുവരി 13. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ദൃശ്യമായതെന്നാണ്? 2025 ജനുവരി 13. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതികവിദ്യ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ. പുതിയ ലോക മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കനബാരോ ലൂക്കാസ്. പുതിയ ലോക മുത്തശ്ശി എന്നറിയപ്പെടുന്നത് കനബാരോ ലൂക്കാസ്. ISROയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ. ISROയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ. അടുത്തിടെ അന്തരിച്ച US-ന്റെ 39ാമത് പ്രസിഡന്റും 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തി ജിമ്മി കാർട്ടർ.
അടുത്തിടെ അന്തരിച്ച US-ന്റെ 39ാമത് പ്രസിഡന്റും 100 വയസ്സുവരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തി ജിമ്മി കാർട്ടർ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം. അടുത്തിടെ അന്തരിച്ച ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ. അടുത്തിടെ അന്തരിച്ച ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ. ഖേൽരത്ന പുരസ്കാരം 2024. മനു ഭാക്കറിന് ഷൂട്ടിങ്ങിനാണ് ലഭിച്ചത്. ഹർമൻപ്രീത് സിംഗ് ഹോക്കി, D. ഗുകേഷ് ചെസ്, പ്രവീൺ കുമാർ പാരാലിമ്പിക്സ്. ഖേൽരത്ന പുരസ്കാരം 2024 മനു ഭാക്കർ ഷൂട്ടിംഗ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, D. ഗുകേഷ് ചെസ്, പ്രവീൺ കുമാർ പാരാലിമ്പിക്സ്. 2024 അർജുന അവാർഡ് ലഭിച്ച മലയാളി നീന്തൽ താരമാരാണ്? സാജൻ പ്രകാശ്. 2024 അർജുന അവാർഡ് ലഭിച്ച മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. 2024 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിന്റൺ കോച്ച് S. മുരളീധരൻ. 2024 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിന്റൺ കോച്ച് S. മുരളീധരൻ. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് കൊനേരു ഹംപി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് കൊനേരു ഹംപി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ബംഗാൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യന്മാരായത് ബംഗാൾ. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഇറ ജാദവ്. വനിതകളുടെ അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഇറ ജാദവ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് PSC ബുള്ളറ്റിനിൽ ജനുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.